പുള്ളിക്ക് അപ്പൊ എത്ര രൂപ കൊടുക്കേണ്ട വരും യൂട്യൂബ്? എനിക്ക് തോന്നുന്നു 1000 വ്യൂസിന് ആണ് കൗണ്ടിങ് ടൈം എന്ന് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി. ഞാൻ ഒരു 3 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. CR7 YT ചാനൽ, CR7 YT ചാനലൊക്കെ തുടങ്ങിയോ? ഒരു മണിക്കൂറിൽ 1 മില്യൺ അടിച്ചു. യൂട്യൂബില് ബാൻ അല്ലേ ചെയ്യാൻ ഒന്ന് തിരിച്ചൊന്ന് പുതിയ ക്രിസ്ത്യാനോ 3 മില്യൺ അടിച്ച്. യു ആർ ക്രിസ്ത്യാനോയോ? അങ്ങനാണോ? ഞാൻ റൈഡ് കൊടുക്കാനോ? പോടാ. വന്നു. യൂട്യൂബ് ഭയങ്കര ലാഗ്. പയ്യൻ ചാനൽ തുടങ്ങിയ യൂട്യൂബ് ഭയങ്കര ലാഗ്. 3 മണിക്കൂർ മുമ്പ് ചാനൽ തുടങ്ങിയിട്ട് എത്ര വീഡിയോ ഇട്ട് പുള്ളി? 1 2 3 4 5 6 7 8 9 10 വീഡിയോ. ഓ പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ നിന്റെ സുനിമാന്റെ കൂട്ടിരുന്ന് എഡിറ്റ് ചെയ്യും രാത്രിയിലിരുന്ന്. വേറെ ആരാണ് ഇട്ടത്? എന്റെ ആളിയ യൂട്യൂബ് കത്തിച്ചു. ഇല്ല, വ്യൂസ് വലുതായിട്ട് കേറിയിട്ടില്ല വീഡിയോക്ക്. സബ്സ്ക്രൈബേഴ്സ് ആയി. ഇത് ഇന്ന് തുടങ്ങിയ ചാനലാണോ ഈ 3.6? 2 മണിക്കൂർ മുമ്പിട്ട വീഡിയോ. 2 മണിക്കൂറും അല്ല, 3 മണിക്കൂർ മുമ്പിട്ട വീഡിയോ 435K. അങ്ങനല്ല, ലൈക്ക് അത്രയും ഇതിലോട്ട് വന്നില്ലെന്ന് പറഞ്ഞ 3 മില്യൺ ഫോളോവേഴ്സിന്റെ. അത് പയ്യെ കേറും, ഇന്ന് കേറും. അതിനിപ്പോ ഒരു ദിവസം എല്ലാരും എന്താടാ എന്ത് നമ്മ ക്രിസ്ത്യാനോ റൈഡ് കൊടു പയ്യന് ഞാൻ റൈഡ് കൊടുക്കത്തില്ല. വ്യൂസ് ബഗ് ആണെന്നോ? വ്യൂസ് ബഗ്, അത് ശരിയായിരിക്കും കേട്ടാ. വ്യൂസ് ചിലപ്പോ ബഗ് അടിച്ചതായിരിക്കും. എടാ സത്യം വ്യൂസ് ബഗ് കേട്ടാ. 4 ലക്ഷം വ്യൂസിന് 2 ലക്ഷം ലൈക്ക് എന്ന് പറഞ്ഞാ അത് 1000 വെച്ചിട്ട് പെർ സെക്കൻഡിൽ കേറുന്നുണ്ട് സബ്. എന്റെ അമ്മോ, 1000 2000 വെച്ചിട്ട് കൂടി വരുന്നുണ്ട്. എടാ പുള്ളിക്ക് അപ്പൊ എത്ര രൂപ കൊടുക്കേണ്ട വരും യൂട്യൂബ്? ഗൈസ്, ഗ്ലോബൽ വ്യൂസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു 1000 വ്യൂസിന് $5. അതായത് 1 ലക്ഷം വ്യൂസിന് 1,60,000 രൂപ ഇന്ത്യൻ റുപ്പി. 1 ലക്ഷം വ്യൂസിന് ഗ്ലോബൽ വ്യൂസിന്റെ ആവറേജ് ഇത് എത്രയാണ്? 1 ലക്ഷം വ്യൂസിന് 100Kക്ക് 1.5 ലക്ഷം രൂപ യൂട്യൂബിന്റെ ആഡ് റവന്യൂ മാത്രം. അത് എത്ര ആഡ് കൂടുതലുണ്ട് അനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വൈറ്റി കൊളാബാണെങ്കിൽ ഈ ആഡ് റവന്യൂ ചിലപ്പോൾ അവർ ക്യാൻസൽ ആക്കിയിട്ടുണ്ടാവും. ആഡ് റവന്യൂ കൊളാബായിരിക്കും. യൂട്യൂബ് പൂട്ടി പോകേണ്ടി വരും. എടാ അല്ലടാ, മിസ്റ്റർ ബീസിനൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. മിസ്റ്റർ ബീസിന്റെ വ്യൂ കൗണ്ട് കണ്ടിട്ടില്ലേ നീ? വാച്ചിങ് മൊത്തത്തിലെ കൗണ്ട്. മിസ്റ്റർ ബീസിന് ഒരു വീഡിയോക്ക് നല്ല എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് റവന്യൂ ഉണ്ട്. പുള്ളിക്കാരൻ എന്തൊരു കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പൊ ഞാൻ ഗൈസ് ഒരു ആവറേജ് പറയാം. ഒരു ആവറേജ് പറയാനാണെങ്കിൽ നിങ്ങൾ നോക്കി നോക്കിക്കോ. ഇപ്പൊ 100Kക്ക് 1.6 ലാക്ക് വെച്ചിട്ട് ഇപ്പൊ ഈ 400 into 100,000 10,000 കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. എന്താടാ കണ്ടന്റ് ക്രിയേറ്റർ ആയി ഇപ്പൊ. ആള് നിർത്തി, ഫുട്ബോളൊക്കെ നിർത്തി തോന്നുന്നു. അങ്ങനെ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഈ 426K അടിച്ച വീഡിയോക്ക് തന്നെ ഒരു 6 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. എല്ലാ വീട്ടിലത്തെ കറണ്ട് ബില്ല് അടച്ചു പയ്യെ. സത്യല്ലേ? വീട്ടിലത്തെ കറണ്ട് ബില്ല് കറണ്ട് ബില്ലൊക്കെ അടച്ച് എല്ലാ വീട്ടിലും ഒന്നൊന്നായിട്ട് അടച്ചിട്ടുണ്ടോ? അയ്യോ എന്റെ അമ്മോ, ചായ വിളിക്കാൻ പോവാ. സത്യം അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും. ഫേസ് ക്യാമിന്റെ സൈസ് കുറയ്ക്കുക കൂടുതലല്ലേ? ഞാൻ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് കൂട്ടിയിട്ടേക്കുന്നതാണ്. അണ്ണാ റീഫ്രഷ് ചെയ്തൊക്കെ 3.61. എടേ ഇതിന് 769 3.68 ആയി. അല്ലല്ല, ഞാൻ വേറെ പറയട്ടെ ഗൈസ്. ഇതുപോലൊരു വീഡിയോ അല്ല ഇതുപോലൊരു പ്രൊഫൈല് ഞാൻ അവസാനമായിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് വിജയ് ഇൻസ്റ്റഗ്രാമിൽ വന്നപ്പോഴാണ്.
ആ ഞാൻ ഇരുന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു, റീഫ്രഷ് ചെയ്ത് ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും ഫോളോവേഴ്സ് എത്രയായി ഞാൻ ഇരുന്ന് നോക്കുമായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ അതാണ് ലാസ്റ്റ് നോക്കിയത്. അയ്യോ